ഗുഡ് മോർണിംഗ് എവരിവൺ. പല്ലെടുത്ത ക്യാൻസർ വരുമോ? യഥാർത്ഥത്തിൽ അങ്ങനൊരു സംഭവമുണ്ട്. അതിൻ്റെ റിയാലിറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. പല്ലെടുത്തത് കൊണ്ട് ക്യാൻസർ വരുന്നതല്ല. സത്യത്തിൽ ഇങ്ങനത്തെ കേസസ് ഇവിടെ വരാറുണ്ട്. പല്ല് എടുത്ത് ഒരാഴ്ച കൊണ്ട് അവിടെ ഒരു മുഴ പോലെ വന്ന് പെട്ടെന്ന് തന്നെ ആളുകൾ മരിച്ചു പോകുന്ന അവസ്ഥകൾ വരുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും ഒരു ക്യാൻസർ വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ലിംഫാറ്റിക് അല്ലെങ്കിൽ ബ്ലഡ് വെസൽ വഴി മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുമെന്നറിയാലോ. അതിനെയാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സംഭവം ഏറ്റവും അധികം ലങ്സിലാണെങ്കിൽ ലിവറിലാവട്ടെ അവിടെ നിന്നൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ ഈ എല്ലുണ്ടല്ലോ, താടി വരുന്ന ഈ എല്ല് ലോവർ ജോയിലോട്ട് സ്പ്രെഡ് ചെയ്യും. ഈ ലോവർ ജോ ഹൈലി വസ്കുലാർ ആയതുകൊണ്ട് അതിൻ്റെ പുറകുവശത്ത് ഇവ അടിഞ്ഞുകൂടി ഇരിക്കുന്നുണ്ട് ഈ ക്യാൻസർ സെല്ലുകൾ. പക്ഷേ പല്ലിൻ്റെ അടിഭാഗത്തോട്ട് എത്തുമ്പോൾ കുറേ ഇതിങ്ങനെ അവിടെ വളർന്നു വരുമ്പോൾ പല്ല് ഇളകി തുടങ്ങും. അപ്പോഴാണ് നമ്മൾ പല്ല് ഡോക്ടറെ അടുത്ത് പോയിട്ട് പല്ല് പറിക്കുന്നത്. ഈ പല്ല് പറിക്കുന്നതോടുകൂടി ക്യാൻസർ കോശങ്ങൾക്ക് പുറത്തോട്ട് വരാനുള്ളൊരു ഹോൾ അവിടെ തുറന്നു വരികയാണ്. അങ്ങനെ അവ പുറത്തോട്ട് വരും. അപ്പോൾ പല്ല് ഇളകി ക്യാൻസർ വന്നു എന്നുള്ള കണ്ടീഷൻസ് വരുമ്പോൾ എപ്പോഴും നമ്മൾ ഒരിക്കലും ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവം നമ്മുടെ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും ഒരു ക്യാൻസർ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇതങ്ങനെ റെയറായിട്ട് വരുന്നൊരു കണ്ടീഷനാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് ക്യാൻസർ സെല്ലുകൾ പടർന്ന് പിടിക്കാൻ ഏറ്റവും സാധ്യതയുള്ളൊരു ഭാഗമാണ് പോസ്റ്റീരിയർ മാൻഡിബിൾ എന്ന് പറയുന്ന ഹൈലി വാസ്കുലർ ആയിട്ടുള്ള സൈറ്റ്. അതുകൊണ്ട് തന്നെ പല്ലിനോട് വളരെയധികം അടുത്തിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഹൈ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ താങ്ക് യു സോ മച്ച്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ.